യഥാർത്ഥത്തിൽ ആരായിരുന്നു മൈക്കിൾ ജാക്സൺ? ജാക്സന്റെ സന്തത സഹചാരിയായിരുന്ന ഡേവിഡ് ഗസ്റ്റ് നിർമ്മിച്ച് ആൻഡ്രൂ ഈസ്റ്റൽ സംവിധാനം ചെയ്ത മൈക്കിൾ ജാക്സൺ ദ ലൈഫ് ഓഫ് ആൻ ഐക്കൺ എന്ന ഡോക്യുമെന്ററി ഇതിന് ഉത്തരം നൽകും. കർക്കശക്കാരനായ അച്ഛൻ ജോസഫിന്റെ ശിക്ഷണത്തിൽ ജാക്സൺ സഹോദരന്മാർ ജാക്കി, ടിറ്റോ, ജെർമെയിൻ, മാർലോൺ, മൈക്കിൾ ചേർന്ന ജാക്സൺസ് 5 എന്ന മ്യൂസിക് ട്രൂപ്പ് രൂപീകരിക്കുന്നു. ട്രൂപ്പിലെ ഏറ്റവും ഇളയവനായിട്ടും പാട്ടുകൊണ്ടും ദ്രുതചലനങ്ങൾ കൊണ്ടും ആളുകളുടെ കയ്യടി നേടിയത് കൊച്ചുമിടുക്കനായ മൈക്കിളാണ്. മൈക്കിളിന്റെ പ്രകടനം കണ്ടവർ അന്നേ മൈക്കിളിലെ ഭാവി താരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ അതിനു മുൻപ് വീട്ടിലെ പഴയ ഫ്രിഡ്ജ് പുറപ്പെടുവിക്കുന്ന കടകട ശബ്ദത്തിനൊത്ത് ചുവടുവയ്ക്കുന്ന ഒരു കുരുന്നു പയ്യൻ, അന്നേ അവന്റെ താളബോധം അമ്മ തിരിച്ചറിഞ്ഞിരുന്നു. അന്നത്തെ പയ്യൻ ആദ്യം സഹോദരങ്ങൾക്കൊപ്പം സംഗീതത്തിൽ തരംഗം തീർത്തു. അവിടെ നിന്നും മൈക്കിൾ ജാക്സൺ എന്ന ഇതിഹാസം പോപ്പ് താരമായി മാറി. പാശ്ചാത്യ ജനപ്രിയ സംഗീതത്തിലെ അവസാന വാക്കായി. ജാക്സൺ 5 പ്രശസ്തിയിൽ നിന്നും പ്രശസ്തിയിലേക്ക് കുതിക്കുമ്പോൾ താരമായി മൈക്കിൾ മുന്നിൽ തന്നെ നിന്നു. ചെറിയൊരു പയ്യന്റെ ഹൃദയത്തിൽ നിന്നും ആത്മാവിൽ നിന്നും ഒഴുകിയെത്തിയ പാട്ടുകൾ ആസ്വാദകരെയും അന്നത്തെ പ്രഗത്ഭരായ പാട്ടുകാരെയും ഒരുപോലെ ആകർഷിച്ചിരുന്നു. സ്വന്തമായ ഒരു പാത വെട്ടിത്തുറക്കാൻ അന്ന് അവൻ ആഗ്രഹിച്ചു. ഇതിനിടെ ജാക്സൺ 5 എന്ന ട്രൂപ്പ് ജാക്സൺസ് എന്നും പേരുമാറ്റിയിരുന്നു. സ്വാഭാവിക പ്രതിഭയ്ക്കൊപ്പം ബോബി ടൈലറുടെ സഹായവും കൂടിയാകുമ്പോൾ പോപ്പ് സംഗീതത്തിലെ ഇതിഹാസ താരം ജനിക്കുകയായിരുന്നു. ത്രില്ലർ പോപ്പ് സംഗീത ലോകത്തെ ഇളക്കിമറിച്ചു. ത്രില്ലറിലെ ബീറ്റീറ്റും ബില്ലി ജീനും ത്രില്ലറുമൊക്കെ ലോകം ഒന്നുപോലെ ഏറ്റുപാടി. 1987 ഇറങ്ങിയ ബാഡിലെ ഡേർട്ടി ഡയാനയും ബാഡും അടക്കം 5 ഗാനങ്ങൾ ഒരുപോലെ ഹിറ്റായപ്പോൾ മൈക്കിൾ പ്രശസ്തിയുടെ പരകോടിയിലെത്തി. ഇതിനിടയിലാണ് ബാലപീഡനത്തിന് മൈക്കിളിനെതിരെ കേസ് വരുന്നത്. കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ജാക്സൺ അവരെ സഹായിക്കുകയും ചെയ്തിരുന്നു. പരിചയപ്പെടുന്ന ആരെയും വിശ്വസിക്കും, അവരെ അങ്ങേയറ്റം സ്നേഹിക്കും. ഇതൊക്കെയാണ് മൈക്കിളിന്റെ ദൗർബല്യങ്ങളെന്ന് അമ്മ കാതറിൻ പറയുന്നു. പീഡനാരോപണം ഉന്നയിച്ചവർ പണത്തിനായി മൈക്കിളിനെ കരുവാക്കുകയായിരുന്നു എന്ന് അമ്മ കാതറിനും അടുത്ത കൂട്ടുകാരും ഉറച്ചു വിശ്വസിക്കുന്നു. ആരോപണം കേട്ടപ്പോൾ താൻ തകർന്നുപോയി എന്നാണ് ഇതേക്കുറിച്ച് മൈക്കിൾ പ്രതികരിച്ചത്. മറ്റു പല ആരോപണങ്ങളും മൈക്കിളിന് നേരെ ഉണ്ടായി. ആരോപണങ്ങൾക്കൊന്നും അദ്ദേഹത്തിന്റെ പ്രശസ്തിയെ ഉലക്കാനായില്ല. മൈക്കിൾ ഐ ആം വിത്ത് യു എന്ന പ്ലക്കാർഡുകളും ഉയർത്തി ആരാധകർ ഇഷ്ടഗായകനൊപ്പം നിന്നു. ഒടുവിൽ മൈക്കിളിനെ വെറുതെ വിട്ടുകൊണ്ട് കോടതി ഉത്തരവ് വന്നപ്പോൾ കോടതിക്ക് പുറത്ത് തടിച്ചുകൂടി സന്തോഷക്കണ്ണീരിൽ മുങ്ങുന്ന ആരാധകരുടെ ചിത്രം എങ്ങനെ മറക്കും? മൈക്കിൾ മയക്കുമരുന്ന് ഉപയോഗിക്കുകയായിരുന്നു എന്ന ആരോപണവും അദ്ദേഹത്തെ അടുത്തറിയുന്നവർ നിഷേധിച്ചിട്ടുമുണ്ട്. 2009 തിരിച്ചുവരവിനായി തയ്യാറെടുക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ മരണം മൈക്കിളിനെ തിരികെ വിളിക്കുന്നത്. ഡോക്യുമെന്ററിയുടെ അവസാന ഭാഗത്ത് മൈക്കിളിന്റെ അമ്മ കാതറിനോട് ഡേവിഡ് ഗസ്റ്റ് ചോദിക്കുന്നുണ്ട്, ലോകം എങ്ങനെ മൈക്കിൾ ജാക്സനെ ഓർക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? സ്നേഹം. മൈക്കിളിന്റെ ഹൃദയത്തിൽ സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുടുംബത്തോടും ലോകത്തോടും മനുഷ്യരോടും മൈക്കിൾ കാണിച്ച സ്നേഹത്തിന്റെ പേരിലായിരിക്കും അവൻ ഓർമ്മിക്കപ്പെടുക. ഇതായിരുന്നു ആ അമ്മയുടെ ഉത്തരം. ഇതായിരുന്നു സംഗീത ലോകത്തിന്റെ ഉത്തരം. NTV UAE to the world.